ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒരു മൊബൈൽ ഉപയോഗിച്ച് തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു തമ്പനെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ വലിയ വലിയ ചാനലുകാരൊക്കെ അവർ ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലാപ്പിലൊക്കെ ആയിരിക്കും ചെയ്യുക. നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം. തമ്പനെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോയുടെ ഡോർ എന്ന് തന്നെ പറയാം. കാരണം ബ്രൗസർ ഫീച്ചറിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തമ്പനെയിൽ കണ്ടിട്ടാണ് ഓരോ വ്യക്തികളും വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ക്ലിക്ക് ചെയ്യുകയും നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വരികയും ചെയ്യുന്നത്. അപ്പോൾ തമ്പനെയിൽ എന്ന് പറയുന്നത്, അതായത് വീഡിയോയുടെ ഡോർ എന്ന് പറയുന്ന ഈ ഒരു തമ്പനെയിൽ വളരെ അട്രാക്റ്റീവായിട്ടും വളരെ ഡീസൻ്റ് ആയിട്ടും വളരെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് തന്നെ അടിപൊളിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, മൊബൈലിൽ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെല്ലാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ പോയി കിട്ടുന്നതായിരിക്കും, ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിക്സാർട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ അധികവും തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പിക്സാർട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ നെറ്റ് ഓൺ ആയിരിക്കണം ഇത് എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു ആരോ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പേജ് മാറുന്നതായിരിക്കും. എന്നതിന് ശേഷം ഇവിടെ പ്ലസ് എന്നുള്ള ഒരു ചിഹ്നമുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എ ഫോട്ടോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഏറ്റവും ബ്ലറായിട്ടുള്ള മുകളിൽ കാണാൻ കഴിയും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റീസെൻറ്റ്, സിമ്പിൾ, അതുപോലെ ഫ്രീ ബാക്ക്ഗ്രൗണ്ട്സ്, ഇതിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഈ ഒരു ചിഹ്നമുള്ള ഈ ഫോട്ടോസ് എടുക്കാൻ കഴിയില്ല. അത് എടുക്കണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസൊന്നും വേണമെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള ഏത് കളർ വെച്ചിട്ടും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ റീസെൻ്റ് എന്നുള്ള ഈ ഫസ്റ്റത്തെ ബ്ലാക്ക് അത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു ആകാശത്ത് നക്ഷത്രങ്ങളുള്ള പോലെയുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ക്രോപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, അത് വരാൻ വേണ്ടി യൂട്യൂബ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൻ്റെ ആ ഒരു തമ്പനെയിലിൻ്റെ റേഷ്യോ ഇവിടെ വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം മുകളിലുള്ള ആ ഒരു ടിക്ക് മാർക്ക് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ റേഷ്യോ കറക്റ്റായി. എന്നതിന് ശേഷം ചെയ്യേണ്ടത്, നമുക്കിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺലൈനിലായിട്ട്, അതായത് നെറ്റ് ഓൺ ആയിരിക്കണം, എന്നിരുന്നാൽ നമുക്ക് ഇതിൽ ഇൻസ്റ്റാഗ്രാം ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നതായിരിക്കും. സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ യൂട്യൂബ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെയാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള ഓരോ പിക്ചേഴ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ നമ്മൾ ഇത്തരത്തിൽ ആഡ് ചെയ്യും. എന്നതിന് ശേഷം നമ്മൾ അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ ചിഹ്നം ഇവിടെ വെച്ച ശേഷം നമ്മളിപ്പോൾ ടെസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോകും. എന്നതിന് ശേഷം ഇവിടെ നമ്മൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്ഡേറ്റ് എന്ന് ഇത്തരത്തിൽ എഴുതി. അഥവാ മലയാളത്തിലാണ് വേണ്ടത് വെച്ചാൽ കീബോർഡ് ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ മലയാളം, അതായത് നിങ്ങൾ ഗൂഗിൾ മലയാളം കീബോർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നിരുന്നാലാണ് ഈ മലയാളത്തിലുള്ള ഈ സംഭവങ്ങൾ, അതായത് ടെക്സ്റ്റ് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ മലയാളത്തിലാണെങ്കിൽ മലയാളം എന്ന് എഴുതിയിട്ട് ഇവിടെ കൈയക്ഷരം കൊണ്ട് തന്നെ ഞാൻ എഴുതാറുണ്ട് മലയാളം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് മലയാളം എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് വിരൽ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാം, എവിടേക്ക് വേണമെങ്കിലും. അതുപോലെ ഇതിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലിപ്പോൾ റെഡ് ഞാൻ കൊടുത്തു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ, അതിൻ്റെ സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ സ്ട്രോക്ക് എന്ന് എഴുതിയിട്ട് അതിൽ കൊടുത്തിട്ട് വൈറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ സ്ട്രോക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ കൊടുത്ത ശേഷം പിന്നെ നിങ്ങൾക്ക് അഥവാ ഈ സ്ട്രോക്കിൻ്റെ പകരം ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ഒരു കോളം എന്നുള്ള രീതിക്കുള്ള സ്ട്രോക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടോ, ഇത്തരത്തിലുള്ള ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു സൂം ഡൗൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അത് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നതിന് ശേഷം ഇവിടെ ഇത്തരത്തിലുള്ളത് ചെയ്ത ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഷാഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഷാഡോ കൊടുക്കാൻ കഴിയും. ആ ഒരു ലെറ്ററിന് ഷാഡോ, ഇപ്പോൾ ഞാൻ ഈ ഒരു നീല കളർ, അതായത് ബ്ലൂ കളർ എടുത്തിരിക്കുകയാണ്. എന്നതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്ത ശേഷം ഇത്തരത്തിൽ കൊടുത്ത ചെറിയൊരു ഷാഡോ നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടോ. അത് നമ്മളുടെ ലെറ്ററിനെ ഒന്നും കൂടി ഉദിപ്പിച്ച് കാണാൻ വേണ്ടി, ഇതൊക്കെ നമ്മളുടെ കഴിവാണ്. കാരണം നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഫോട്ടോസാണ്. ഓക്കെ, ഇത്തരത്തിൽ
ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഗാലറി എടുക്കുകയാണ്. ഗാലറി എടുത്ത ശേഷം ഞാൻ ഫോട്ടോസ് എന്നുള്ളതിൽ എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഓരോ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. ഇപ്പോൾ ഒരു ഫോട്ടോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇത്തരത്തിൽ ബ്ലറിങ് ഉള്ള ഒരു ഫോട്ടോ എടുക്കുക കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ബ്ലറായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു കട്ടൗട്ട് എന്നുള്ള ഈ ഒരു കത്രികേൻ്റെ ചിഹ്നമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പേഴ്സൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മുടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തള്ളവിരൽ കണ്ടോ, ആ ഒരു വിരലിൻ്റെ അവിടെ ഒരു എറീസർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റീസ്റ്റോർ എന്നുള്ള ഈ ഒരു ഫോട്ടോ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊന്ന് ഇങ്ങനെ അതായത് ഇപ്പോൾ വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ റീസ്റ്റോർ എന്നുള്ള ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സൈസ് കുറച്ച ശേഷം നമുക്ക് ഇവിടെ ഇതിനനുസരിച്ചിട്ട്, അപ്പോൾ ഞാൻ ഈ ഒരു എറീസറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ ചെയ്യാൻ കേട്ടോ. ഇത്തരത്തിൽ ആ ഒരു ഭാഗം മാറ്റിയ ശേഷം ഇനി നമുക്ക് ഈ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് വിരൽ മാത്രം കണ്ടോ, കറക്റ്റ് വിരൽ മാത്രം ഇത്തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ 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 അപ്പോൾ ഇത്തരത്തിൽ വന്ന ശേഷം ഇവിടെ നമ്മൾ സേവ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ വന്നു കണ്ടോ. വളരെ ക്ലിയർ ആയിട്ട് ഈ ഫോട്ടോ കിട്ടി. നമുക്ക് ഇവിടെ ഈ സൈഡിൽ വയ്ക്കാം. ബാക്കി എന്ത് വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ എഴുതുകയും ചെയ്യാം. ഇത് നമുക്ക് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു പിക്സാർട്ട് എന്നുള്ള ഈ ഒരു അപ്ലിക്കേഷൻ വഴി തന്നെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇത് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സേവ് ആവുന്നതല്ല, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടിയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സോഫ്റ്റ്വെയർ, അത് നിങ്ങൾക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റിമൂവ് BG, ഞാൻ ഈ ഒരു ടെക്സ്റ്റ് അതായത് കീബോർഡ് മാറ്റുകയാണ്. റിമൂവ് BG, അത് ഇങ്ങനെ റിമൂവ് BG എന്ന് വരുന്നതായിരിക്കും. റിമൂവ് BG അല്ലെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിച്ചാൽ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് തന്നെ, ആ ഒരു വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ ഒരു ഫോട്ടോ, ഇപ്പോൾ ഞാൻ ബ്രൗസറിൽ പോയിട്ട് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഫോട്ടോ പെട്ടെന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലില്ല, റീസെൻറ്റിലില്ല. അപ്പോൾ ഞാനിവിടെ ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാനിവിടെ ക്യാമറയിൽ പോയ ശേഷം എൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാനും മോളും കൂടി ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചറായിരിക്കും ഇതിൽ വരിക. അപ്പോൾ നമുക്കത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഈ ഒരു പിക്ചറിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ മോളും കൂടി ഇരിക്കുന്ന ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അത് വേണം, ബ്ലറായിട്ടാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറേ ഫോട്ടോസിൻ്റെ, അതായത് ബാക്ക്ഗ്രൗണ്ട് മാറി മാറി വരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കണ്ടോ. ഇവിടെ ഈ താഴത്ത് കണ്ടോ, ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇതിൽ കിട്ടുക. ഈ റിമൂവ് BG എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ കമ്പനിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയെ ഈ ഒരു റിമൂവ് BGയിൽ കൊണ്ടിട്ട ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് ആക്കണം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കണം, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. ഏത് വേണമെങ്കിലും എടുക്കാം. ഇത്തരത്തിൽ എടുത്ത ശേഷം ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇവിടെ അത്തരത്തിൽ ഒരു ഫോട്ടോ വരുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ അത്തരത്തിലൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കിവിടെ ഡൗൺലോഡ് എന്നുള്ള ഈ മുകളിലുള്ള ചിഹ്നമുണ്ട്, ഡൗൺലോഡ് ചെയ്യാണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡായി മാറുന്നതായിരിക്കും കണ്ടോ. ഡൗൺലോഡ് ഇമേജ്. ഓക്കെ, ഡൗൺലോഡ്. അപ്പോൾ ആ ഫോട്ടോ ഡൗൺലോഡായി. ഈ ഫോട്ടോനെ നമുക്ക് ആ തമ്പനയിൽ കൊണ്ടുവയ്ക്കാൻ കഴിയും. ഏതിൽ? പിക്സാർട്ട് എന്ന് പറയുന്ന ഇതിൽ കൊണ്ടുവയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഈ ഒരു തമ്പനയിൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കി പിക്സാർട്ടിലാണ് ചെയ്തത്. ഇനി ഞാൻ അതിനെ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത്. 3 മാസത്തിന് 199 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത്. ഇത് ഞാനിവിടെ കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു ഫോട്ടോ ഇനി എങ്ങനെ സേവ് ചെയ്യും? അതിനായിട്ടുള്ള ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് എടുത്തു. ഈ സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നതിന് ശേഷം ക്രോപ്പ്, ഇവിടെ ക്രോപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ മുകളിൽ തന്നെ ക്രോപ്പ് ഒന്നും കൂടി വന്നിട്ടുണ്ട്. അതിൽ റേഷ്യോ 16:9 എന്നുള്ള റേഷ്യോ എടുക്കുന്നു. ഓക്കെ, അതാണ് തമ്പനയിലെ റേഷ്യോ 16:9. ഓക്കെ, ഇതെടുത്ത ശേഷം ഈ ഒരു കോർണർ കറക്റ്റായിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ കോർണർ എനിക്ക് കാണാൻ കഴിയും. അത് കറക്റ്റായി വെച്ച ശേഷം അത് ഇത്തരത്തിൽ കറക്റ്റാക്കി വെച്ച ശേഷം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. എന്നതിന് ശേഷം ഈ താഴെയുള്ള ടിക്ക് മാർക്ക് ഇവിടെ ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്ത ശേഷം സേവ് കൊടുക്കുകയാണ്. ഓക്കെ,
സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തമ്പനയിൽ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തമ്പനയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂട്യൂബ് വീഡിയോയ്ക്ക് ഉപയോഗിക്കാം. അതല്ല ഇതിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് വേണം, നല്ല രീതിയിൽ കളർഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സഹായകരമായിട്ടുള്ള ഒരു ആപ്പാണ് സ്നാപ്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ കേട്ടോ. നിങ്ങൾക്ക് ഇതും പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയി കിട്ടും. ഇതെല്ലാം ഒരു തമ്പനയിൽ മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു പ്ലസ് എന്നുള്ള അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലസ് എന്നുള്ള ചിഹ്നം വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ഒരു ക്രോപ്പ് ചെയ്ത ഫോട്ടോ, അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ച ആ ഒരു തമ്പനയിൽ ഉണ്ടല്ലോ, അത് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരുന്നതായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടൂൺ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ബ്രൈറ്റ്നെസ് അതൊക്കെ ഈ സ്ക്രീനിൽ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ തന്നെ ഇത്തരത്തിൽ ചെയ്യാം. എന്നിട്ട് സ്ക്രീനിൻ്റെ മുകളിലോട്ട് ഒന്ന് ആക്കിയാൽ ഇവിടെ കണ്ടോ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, അതുപോലെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിൽ കൊണ്ടുവച്ചിട്ടും ഇത്തരത്തിൽ നമുക്ക് സ്ക്രീനിൽ ഒന്ന് താഴോട്ടോ മേലോട്ടോ, അതായത് ഈ വലത്തോട്ടോ ഇടത്തോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തമ്പനയിലിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ, ഷാഡോ വേണമെങ്കിൽ കണ്ടോ, ഷാഡോൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടോ നല്ല ഉതുപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീസാണ് ഇവിടെ കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഉതുപ്പുള്ള ഒരു തമ്പനയിലായിട്ട് ഇവിടെ മാറുന്നതായിരിക്കും. ഇത്തരത്തിൽ ചെയ്ത ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരുപാടുണ്ട്, ബ്രഷ് ഉണ്ട്, സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെലക്റ്റീവ് ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത്, ഇപ്പോൾ ഞാൻ മുഖത്താണ് കൊണ്ടുപോയിരിക്കുന്നത് വെച്ചാൽ ആ ഒരു ഭാഗം മാത്രം ബ്രൈറ്റ്നെസ് ആവുന്നതായിരിക്കും. അതുപോലെ ഇതിലും കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്, അതുപോലെ സാച്ചുറേഷൻ ഒക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്നതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുഖം നല്ലൊരു ഉതുപ്പായി. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, തമ്പനയിൽ വളരെ അടിപൊളിയാക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു സ്നാപ്സീഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. ബ്രഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഏത് ബ്രഷ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ EV എന്നുള്ള എക്സ്പോഷർ എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഈ ലെറ്ററിൻ്റെ ഇതിൽ കണ്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാറുന്നതായിരിക്കും. കണ്ടോ ഇവിടെയൊക്കെ മാറി, കണ്ടോ ഇതെല്ലാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം മാറുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ്നസ് ആയി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ. എന്നതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ പോയി കിടക്കുന്നതായിരിക്കും. ആ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് തമ്പനയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. വളരെ എളുപ്പമാണ്. നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന് ഏതൊരു കാര്യം ആദ്യം ചെയ്യുമ്പോൾ വളരെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. നിങ്ങൾ ആ തമ്പനയിൽ നോക്കുക. എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ തമ്പനയിൽ നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തമ്പനയിൽ മേക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു യൂട്യൂബർ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള തമ്പനയിൽ ഇങ്ങനെ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും, ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.